ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ടീം ഇന്ത്യ സിഡ്നി ടെസ്റ്റിൽ ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ തോൽവിയേറ്റു വാങ്ങിയിരിക്കുകയാണ്. ഈ ടെസ്റ്റ് മത്സരത്തിലെ ഒരു കംപ്ലീറ്റ് റിവ്യൂവും അതോടൊപ്പം തന്നെ ടെസ്റ്റിന് ശേഷം ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള ചില സുപ്രധാന നീക്കങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഇതുപോലുള്ള ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സിഡ്നി ടെസ്റ്റിൽ വിജയം നേടിക്കൊണ്ട് 5 മത്സര ടെസ്റ്റ് പരമ്പര 3-1 ഇപ്പോൾ ഓസ്ട്രേലിയ സ്വന്തമാക്കിയിരിക്കുന്നത്. മൂന്നാം ദിനം 162 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 58-3 എന്ന സ്കോറിൽ പതറിയെങ്കിലും ഉസ്മാൻ ഖവാജിയുടെയും ട്രാവിസ് ഹെഡിന്റെയും വെബ്സ്റ്ററുടെയും മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ വിജയലക്ഷ്യത്തിലെത്തുകയായിരുന്നു. ഖവാജ 41 റൺസ് നേടിയപ്പോൾ ഒരിക്കൽ കൂടി ടീം ഇന്ത്യയെ സംബന്ധിച്ച് നിർണായക മത്സരത്തിൽ ട്രാവിസ് ഹെഡ് വില്ലനായി മാറുകയായിരുന്നു. ഇന്ത്യക്കായി പ്രസിദ്ധ് കൃഷ്ണ 3 വിക്കറ്റും മുഹമ്മദ് സിറാജ് 1 വിക്കറ്റുമാണ് നേടിയത്. 10 വർഷത്തിന് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയയുടെ കൈകളിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ 2 തവണയും ഓസ്ട്രേലിയയിൽ പരമ്പര നേടിയ ഇന്ത്യക്ക് ഇത്തവണ ഹാട്രിക് പരമ്പര നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചില്ല. 5ാം ടെസ്റ്റിൽ തോൽവിയേറ്റു വാങ്ങിയതോടുകൂടി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് എത്താമെന്നുള്ള ടീം ഇന്ത്യയുടെ മോഹങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. സിഡ്നി ടെസ്റ്റിൽ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കേറ്റത് തന്നെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായത്. പരിക്കുള്ള ബുംറ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്കായി ബാറ്റിംഗിനായി ഇറങ്ങിയെങ്കിലും പന്തെറിയാനായി അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പരമ്പരയിൽ 32 വിക്കറ്റുകളുമായി ബുംറ ഒന്നാമനായി എത്തിയപ്പോൾ പരമ്പരയിൽ 32 വിക്കറ്റുകളാണ് ജസ്പ്രീത് ബുംറ സ്വന്തമാക്കിയത്. 162 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസീസിനെ പൂട്ടാൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ മാത്രമായിരുന്നു ഇന്ത്യൻ ടീമിലെ ഏക ആയുധം. എന്നാൽ ബുംറയുടെ അഭാവം ഇന്ത്യൻ ആക്രമണത്തിന് മുനയൊടിച്ചപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആനുകൂല്യം ഓസീസ് ബാറ്റ്സ്മാൻമാർ ഇന്ന് മുതലാക്കുക തന്നെയായിരുന്നു. ഇന്ന് 3ാം ദിനം ആദ്യ സെഷനിൽ തന്നെ ടീം ഇന്ത്യ തകർന്നടിച്ചത് തന്നെയാണ് തോൽവിയുടെ മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. 144-6 എന്ന നിലയിൽ ബാറ്റിംഗിനായി എത്തിയ ടീം ഇന്ത്യക്ക് വെറും 13 റൺസ് മാത്രമാണ് ഇന്ന് കൂട്ടിച്ചേർക്കാനായത്. ജഡേജയുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും വിക്കറ്റുകളാണ് ഇന്ന് ടീം ഇന്ത്യക്ക് ആദ്യം നഷ്ടമായത്. ശേഷം ബുംറയും സിറാജിനെയും അടക്കിയതോടുകൂടി 157 റൺസിന് ടീം ഇന്ത്യ ഓൾ ഔട്ട് ആവുകയായിരുന്നു. എന്തായാലും ടീം ഇന്ത്യ തോൽവിയോടുകൂടി പരമ്പര അവസാനിച്ചതിന് ശേഷം ടെസ്റ്റ് ടീമിൽ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് 5ാം ടെസ്റ്റിൽ നിന്ന് തന്നെ രോഹിത്തിനെ നീക്കിയിരുന്നു. ഇനി ടീം ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയാണ് വരാനായിരിക്കുന്നത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നിന്നും ടീം ഇന്ത്യ പുറത്തായതുൾപ്പെടെ ഇവിടെ സമഗ്രമായ ഒരു അഴിച്ചുപണിക്ക് തന്നെയാണ് ടീം ഇന്ത്യ തയ്യാറെടുക്കുന്നത്. രോഹിത്തിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനുള്ള അവസരം ഇപ്പോൾ ടീം മാനേജ്മെന്റ് നൽകിയിട്ടുണ്ട് എന്നാണ് പുറത്തുവന്നിരിക്കുന്ന ആദ്യ അപ്ഡേറ്റ്. ഇനി ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം വിട്ടിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മറുഭാഗത്ത് ഇനി ടെസ്റ്റ് ടീമിലേക്കുള്ള ഒരു തിരിച്ചുവരവ് രോഹിത്തിനെ സംബന്ധിച്ച് അസാധ്യമെന്നുള്ള നിലയിൽ തന്നെയാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. രോഹിത്തിനെ വഴിമാറ്റുമ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു ക്യാപ്റ്റന്റെ ഒഴിവ് തന്നെ ഇവിടെ വരുന്നുണ്ട്. ജസ്പ്രീത് ബുംറയുടെ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട് എങ്കിലും ബുംറയ്ക്ക് പകരം ഒരിക്കൽ കൂടി വിരാട് കോഹ്ലിയെ ടീം ഇന്ത്യ ടെസ്റ്റ് ടീം നായകനായി പരിഗണിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ബാറ്റിംഗിൽ ഫോം ഔട്ടാണ് എങ്കിലും ക്യാപ്റ്റൻസിയിലെ അദ്ദേഹത്തിന്റെ അഗ്രസീവ്നെസ് തീർച്ചയായിട്ടും ടെസ്റ്റ് ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിനോടകം തന്നെ കോഹ്ലി ടെസ്റ്റ് ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കാമെന്നുള്ള സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നും ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ വിരാട് കോഹ്ലി വീണ്ടും ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കുന്നത് ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഗുണം ചെയ്യുമോ? അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.